എല്ലാറ്റിനും വെള്ളം വേണം അല്ലെ? ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിലോടുന്ന രക്തം എല്ലാ ഭാഗത്തും അല്ലെ എത്ര ഗ്യാലൻ ജലമാണ് രക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? വെള്ളമാണ്. അതിന്റെ 90% വെള്ളമാണ്. ബ്ലഡ് എന്ന് പറഞ്ഞത് വെള്ളമാണ്. കണ്ണുനീര് വെള്ളമാണ്. മുത്തൊഴിക്കുന്നത് വെള്ളമാണ്. നമ്മുടെ വിയർപ്പ് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൽ ഒലിക്കുന്ന എൻസൈമുകൾ, മറ്റു ദ്രാവകങ്ങൾ ദ്രവമാണ്. കണ്ണുനീർ തുള്ളി എന്താണ്? വെള്ളമാണ്. അല്ലാഹു തആല ജലത്തിനാൽ ജീവികളെ പടച്ചവനാണ്. അല്ലാഹുവിന്റെ മഹത്വം പറയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിപ്പിന്റെ വഴിയാണ് അല്ലാഹു നമുക്ക് ഹൈലൈറ്റ് ചെയ്തത്. മിമ്മാ, ജീവികളെ പടച്ചു. ശരി, എങ്ങനെ പടച്ചു? മിമ്മാഇൻ, ചില വിശദീകരണം അല്ലാഹു ചില ഭാഗത്ത് ഇങ്ങനെ തരാണ്. ജലത്തിനാൽ പടച്ചില്ലയോ അല്ലാഹു? ഉലമാ പറയാണ് ഖുർആൻ എന്നത് ആലമുൻ മഖ്റൂ, നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു ലോകമാണ്. വൽ കൗൻ, പ്രപഞ്ചം എന്ന് പറഞ്ഞത് ഖുർആനുൻ സ്വാമിത്തുൻ, സംസാരിക്കാതിരിക്കുന്ന ഖുർആനാണ് ഈ പ്രപഞ്ചം എന്ന് ഉലമാ പറയാറുണ്ട്. ഈ ലോകം മൊത്തം എല്ലാം ഖുർആൻ തന്നെയാണ്. എങ്ങനെ? സംസാരശേഷിയില്ല. നീ നോക്കിക്കോ, അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ഈ ലോകം മുഴുവനും നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ലോകം മുഴുവനും ഖുർആനിൽ കാണാം. അത് സംസാരിക്കുന്നതാ, നിനക്ക് ഓതാൻ പറ്റും. ലോകം മുഴുവനും ഖുർആനിൽ കാണാൻ കഴിയും. അതിൽ ബയോളജിയും, അതിൽ അസ്ട്രോണമിയും, അതിൽ ജിയോളജിയും, ഫിസിക്സും, ബയോളജിയും എല്ലാം അതിൽ വരുന്നത്. ന്യൂമറസി എല്ലാം അല്ലാഹുവിന്റെ കലാമിലൂടെ വരിക. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അതിന്റെ ഫഹമും കഴിവും അല്ലാഹു കൊടുക്കുന്ന ആലിമീങ്ങൾ, പണ്ഡിതന്മാർ നമുക്കത് പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആളുകൾക്ക് അവരുടെ ബുദ്ധിക്കനുസരിച്ച് അല്ലാഹു തആല, പരിശ്രമത്തിനനുസരിച്ച് അല്ലാഹു തആല കൊടുക്കാണ്. ഖുർആൻ ലോകമാണ്, ലോകങ്ങളാണ് അതിന്റെ ഉള്ളിൽ അല്ലാഹു വെച്ചിട്ടുള്ളത്. ഒന്നു നോക്കിയാൽ അതിന്റെ ആഴങ്ങൾ അഗാധമാണ്. സുബ്ഹാനല്ലാഹ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, വെള്ളം വേണം. ഭക്ഷണമല്ലാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റുന്ന ഭക്ഷണം? വെള്ളം മാത്രം, ഭക്ഷണം ഒന്നും കഴിക്കാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റുന്ന ഏകദേശം ഒരു കണക്കുണ്ടോ? 60 ദിവസം, 2 മാസം. 60 ദിവസം ഒരു ഖനള്ളസും തിന്നാതെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അങ്ങേയറ്റം നല്ല കപ്പാസിറ്റി ആളുകൾ, ദുർബലരായ ആളുകൾക്ക് അത് കുറഞ്ഞു വരും. 60 ദിവസം കഴിയും. വെള്ളമില്ലാതെ എത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്ന? വെള്ളം കുടിക്കാതെ മാക്സിമം 6 ദിവസം. 3 ദിവസം കഴിയുന്നേ പറ്റുള്ളൂ. പക്ഷെ 3 കഴിഞ്ഞാൽ ശരീരത്തിൽ കുറച്ച് സ്റ്റോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 6 ദിവസം വരെ പച്ചവെള്ളം കുടിക്കാതെ, ജലാംശം ശരീരത്തിലേക്ക് കൊടുക്കാതെ 6 ദിവസമേ പിടിച്ചിരിക്കാൻ പറ്റൂ മാക്സിമം. സയന്റിസ്റ്റ് പറയും 3-4 ദിവസം. അതിനപ്പുറം ഭക്ഷണമില്ലാതെ 60 ദിവസം നിൽക്കാം, വെള്ളമില്ലാതെ നിൽക്കാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ജലാംശം 20% കുറഞ്ഞാൽ മനുഷ്യൻ മരിക്കും. 20% ജലാംശം കുറഞ്ഞാൽ വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് അങ്ങ് ഫാറ്റി, അങ്ങ് ടയർഡായി പോവാണ്. എന്തേ? ജലാംശം നഷ്ടപ്പെടാൻ. അവർക്ക് പിന്നെ ഗ്ലൂക്കോസ് കൊടുക്കണം, ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർക്ക് ഇത് ഫീഡ് ചെയ്യണം, അല്ല ഞാൻ മരിച്ചുപോകും. എന്തേ? ജലാംശം. അല്ലാഹു തആല അത്ഭുതത്തിലാ മനുഷ്യ ശരീരം. 20% പോലും കുറയാൻ പറ്റില്ല. 20% താഴെ വന്നാൽ മനുഷ്യൻ മരിച്ചു. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഈ ദാബ എന്ന് പറഞ്ഞതിൽ നമ്മൾ മനുഷ്യരും അതിൽ പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വെള്ളം കൊണ്ടാണ്. ഹിജ്റ പോകുന്ന നേരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുമ്പോ മുഖങ്ങനെ ദേഷ്യപ്പെട്ട് ഒരു മനുഷ്യനും മുതജഹിമൻ റഅൗ റജുലൻ മുതജഹിമൻ, മുഖങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്ന ഒരാളങ്ങനെ കണ്ടു. മൻ അൻതുമ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ അൻതുമ, നിങ്ങൾ ആരാണ്? ചോദിക്കുന്ന ആള് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ കനപ്പെട്ട മുഖവുമായി ചോദിച്ചു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, നഹ്നു മിമ്മാ, ഞങ്ങൾ വെള്ളത്തിനാലുള്ളവരാണ്. അത്ര ആൾക്കറിയേണ്ട ആവശ്യമില്ല. നഹ്നു മിമ്മാ, അതിൽ നുണയില്ല, സത്യമാണ് പറഞ്ഞത്. നഹ്നു മിമ്മാ. ഒരുപക്ഷെ ആ മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരു വഴി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കൊടുക്കലാകാം. നഹ്നു മിമ്മാ,
ദേഷ്യപ്പെട്ട ആളുകൾക്ക് ചിന്തിക്കാൻ വല്ലതും കൊടുത്താൽ അയാളുടെ ദേഷ്യം അങ്ങോട്ട് ഡൈവേർട്ട് ആയി പോകുമെന്നൊരു സീക്രട്ട്, അതിന്റെ ഒരു സ്വകാര്യത കൂടി മറുപടിയിൽ ഉണ്ടെന്നാണ്. ദേഷ്യപ്പെട്ട നിങ്ങൾ ആ സംഭവം അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ഏത് സംഭവം ഉപദേശം മറന്നു. കുട്ടികളാണിത് ഏറ്റവും വലിയ സ്മാർട്ട് എന്നാണ്. കുട്ടികൾക്ക് അല്ലാഹു തആല ഉമ്മവാപ്പന്മാരുടെ ദേഷ്യം ദേഹത്തേക്ക് പതിക്കാതിരിക്കാൻ ചില ട്രിക്കുകളൊക്കെ കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവര് ചില രീതിയിൽ ശ്രദ്ധകളെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു കഴിവ് അല്ലാഹു തആല മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി വേണ്ട, അത് സാരമില്ല. നഹ്നു മിൻ മാഇൻ, ഞങ്ങൾ വെള്ളത്തിനാലുള്ളവരാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാ. വലിയൊരു രഹസ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മിമ്മാ, നമ്മൾ ജലത്തിനാലാണ്. ലോകത്തെ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് ജലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. വെള്ളമുള്ളിടത്തെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുള്ളൂ. അതാണ് മക്കയുണ്ടാകുന്നത്. മക്ക എന്ന നാടിനെ ബക്ക എന്ന നാടിനെ അല്ലാഹു മക്കയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ആ പ്രദേശം ജനവാസമുള്ള ജനസാന്ദ്രമായ തിക്കും തിരക്കുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല കൊണ്ടുവന്നത് എങ്ങനെയാണ്? സംസം കിണർ അവിടെ ഉണ്ടായപ്പോഴാണ്. അപ്പോഴാണ് അവിടെ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നത് കണ്ടത്. പക്ഷികൾ പറക്കുന്നത് ജുർഹും ഗോത്രക്കാർ, അവര് യമനികളാണ്. യാത്ര പോകുമ്പോ കണ്ടതാണ്. മക്കയിൽ അവരൊന്നും സ്റ്റോപ്പില്ല, അവർ കടന്നു പോകാനാണ്. മദീന യത്രിബ് വഴി ഷാമിലേക്ക്, ഫലസ്തീൻ വഴി അപ്പുറത്ത് കപ്പൽ കയറി യൂറോപ്പിലേക്ക് പോകുന്ന യാത്ര, ഫ്രാങ്കിൻസിൻസുമായി പോകുന്ന യാത്ര. അപ്പോഴാണ് പക്ഷികൾ പറക്കുന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടാകുമല്ലോ. ഒരാളെ പറഞ്ഞയച്ചു, ആ പക്ഷികളുള്ള സ്ഥലത്തുനിന്ന് നോക്കി വരണം. ചെന്ന് നോക്കുമ്പോ ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമുണ്ട്, ഹാജർ റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ അലൈഹിസ്സലാം. വെള്ളമുണ്ട്. ആ പക്ഷികൾ പറന്നത് അതുകൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ മരിച്ചുപോയ ഭരണാധികാരി മഹാനായ ഷെയ്ഖ് സായിദ് അവറുകൾ റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ, ഇവിടെ പക്ഷികളില്ലായിരുന്നു. അങ്ങനെ ശുദ്ധജലമില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ ഈ റൗണ്ട് ബോട്ടുകളിലൊക്കെ ആദ്യകാലം ഏറ്റവും കൂടുതൽ ഫൗണ്ടൻസ് വെച്ചിരുന്നു, ഈ ജലധാരകൾ. എല്ലാ റൗണ്ട് ബോട്ടിലും വെള്ളം ഇങ്ങനെ ഇപ്പോഴും കാണാൻ കഴിയും. അതിന്റെ രഹസ്യം, ഈ രാജ്യത്തിന്റെ മുകളിൽ എത്രയോ പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. അവരാരും ഇവിടെ ഇറങ്ങൂല. പക്ഷികൾ ഇറങ്ങണമെങ്കിൽ വെള്ളം കാണണം. വെള്ളം ശുദ്ധജലം കാണിച്ചു കൊടുക്കാം. പക്ഷികൾ അവിടെ ലാൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ പ്രദേശത്ത് പക്ഷികൾ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. അവർക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ അവരങ്ങനെ പോകും, ലാൻഡ് ചെയ്യൂല. ഇവിടെ നിന്ന് വെള്ളമല്ല, വെള്ളം കിട്ടുന്നിടത്തേക്ക് അവർ പോകും. ബേർഡ് സാങ്ച്വറികളൊക്കെ അങ്ങനെയാണ്, വെള്ളത്തിന് അനുസരിച്ച്. ലോക സംസ്കാരം, ഈജിപ്തിലെ വലിയ സംസ്കാരം, ഈജിപ്ഷ്യൻ നദീതട സംസ്കാരം, അല്ലെ, നൈൽ നദീതട സംസ്കാരം. എന്തേ, നൈൽ നദിയുടെ ഓരത്താണ് സുബ്ഹാനല്ലാഹ് ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ ഉണ്ടായത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം. എന്താ മെസപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ? വലിയ വലിയ സംസ്കാരങ്ങളാണ് അതല്ലേ മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മെസപ്പൊട്ടേമിയ. ഏതാ രണ്ട് നദികൾ? ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. ടൈഗ്രീസും യൂഫ്രട്ടീസിന്റെയും ഇടയിലാണ് സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം. ആ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് അവിടെയാണ്. അസീരിയൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ. ഇതൊക്കെ നടന്നത് ഈ രണ്ട് നദികളെ ചുറ്റിപ്പറ്റിയാണ്. ഇന്ത്യയിൽ, ഭാരതത്തിലുണ്ടായ സംസ്കാരങ്ങൾ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. മനുഷ്യന്മാർ അവിടെ ജീവിച്ചിട്ടുള്ളൂ, വെള്ളത്തോടത്തെ ജീവിച്ചിട്ടുള്ളൂ. മിമ്മാ, മനുഷ്യന് വെള്ളം വേണം. ഭയങ്കര നിഅ്മത്തല്ലേ വെള്ളം. ആ നിഅ്മത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞുവോ, നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ വെള്ളമാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി. ജീവജാലങ്ങളിൽ വയറിന്മേൽ സഞ്ചരിക്കുന്നവരുണ്ട്. യംശി നടക്കാനാണ്, പക്ഷേ സഞ്ചരിക്കാൻ അർത്ഥം. യംശി അലാ ബത്നിഹി, വയറിന്മേൽ സഞ്ചരിക്കുന്നവർ. നമുക്ക് ആദ്യം ഓർമ്മ വരെ എന്താണ്? പാമ്പ്, റെപ്റ്റൈൽസ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ. പക്ഷേ അതിലൊരു കൂട്ടരും കൂടെ പെടുന്നുണ്ട്. ആര്? മത്സ്യം, ഫിഷ്. അവർക്കാർക്കും കാലില്ല, അവരും സഞ്ചരിക്കുകയാണ്. മിൻഹും മൻ യംശി അലാ ബത്നിഹി. സുബ്ഹാനല്ലാഹ്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ. കാല് തീരില്ലാത്തവർ, കാല് രണ്ടുള്ളവർ. ഒന്നുകൊണ്ട് നടക്കാൻ വയ്യില്ല, രണ്ട് വേണം.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യഖ്ലുഖുല്ലാഹു മാ യശാ, പിന്നെ ഒരുപാട് കാലുള്ളവർ, അതില്ലാത്തവർ, അവർക്കും നടക്കാൻ അള്ളാഹു കൊടുത്തില്ലേ? ഈ റെപ്റ്റൈൽസുകളെ കുറിച്ച്, സ്നേക്കുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന വിശദമായ പഠനങ്ങൾ സയന്റിസ്റ്റുകൾ നടത്തി. അത്ഭുതമാണ്. അവരുടെ ചർമ്മം, തൊലികൾ എങ്ങനെയാണ് ഈ വിടരാനും അങ്ങോട്ട് മടക്കി വെക്കാനും കഴിയുന്ന രീതിയിൽ അവർക്ക് സഞ്ചരിക്കാനും, ഇങ്ങനെ നിവർന്നു വെക്കണം, അതിനങ്ങോട്ട് ഫോൾഡ് ചെയ്യണം, അങ്ങനെ അവർ തുറന്നും അടച്ചും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത്. എവിടെയും കയറി പിടിക്കാൻ അവർക്ക് കഴിയും, ചാടാൻ കഴിയും, നീന്താൻ കഴിയും. ചിറകൊന്നുമില്ല, പാമ്പ് നീന്തൂലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച്? അവകൾ സഞ്ചരിക്കുകയാണ്, അള്ളാഹു വെച്ച ഭൂമിയിലൂടെ ഒക്കെ അവർ സഞ്ചരിക്കും. ഒന്നുമില്ല, അവർക്ക് കൈകാലുകളൊന്നുമില്ല. ആ വയറിന്മേൽ ആ സംവിധാനം കൈകാലുകളെ കൊണ്ട് കിട്ടുന്നതിനേക്കാളും വലിയ സൗകര്യം വയറിന്മേൽ അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ചർമ്മത്തിന് അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും അഴുക്കായി പോകാതിരിക്കാൻ അതിന് നല്ല ലൂബ്രിക്കൻസ് അതിന്റെ തൊലിയിലൂടെ അള്ളാഹു കൊടുത്തിരിക്കാൻ. അതിലൊന്നും പറ്റിപ്പിടിക്കുക. എത്ര വൃത്തിയാണെന്ന പാമ്പ്, ഏതെല്ലാം ചളിമണ്ണിലൂടെ പോകുന്നുണ്ട്. കാളയും പോത്തും പാടത്തുനിന്ന് ഇറങ്ങി കയറി വരുന്ന പോലെയാണോ പാമ്പിനെ കണ്ടാൽ? പാമ്പ് ഭയങ്കര നീറ്റല്ല, വൃത്തിയല്ലേ? പാമ്പിനെ പിടിച്ച് തിന്നുന്നവർക്കുണ്ടെന്ന് കേട്ടത് അല്ലേ? മനുഷ്യന്മാരെന്നെയാണോ ഇത് തിന്നതെന്നാ എന്റെ സംശയം. ഹറാമാണ്, തിന്നാൻ പാടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മനുഷ്യന്മാരെ വരെ തിന്നുന്ന ആൾക്കാരില്ലേ, നരഭോജികൾ. എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ മൃഗങ്ങൾ പോലും നാണിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഈ മനുഷ്യനിൽ. ജീവജാലങ്ങളും പോലെ അല്ല, ജീവികളെ പോലെ അവരെക്കാളും അദൽ വഴിപിഴച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. രണ്ട് കാലുകളിൽ നടക്കുന്നവർ അവരിലുണ്ട്. പക്ഷികൾ അങ്ങനെയാണ്, മനുഷ്യർ അങ്ങനെയാണ്. അലാ റിജ്ലൈൻ, രണ്ട് കാലുകളിൽ നടക്കുന്നവർ. രണ്ട് കാല് നന്നപ്പോ അല്ലാഹു തആല രണ്ട് കൈ മനുഷ്യന് കൊടുത്തു, നിലത്ത് കുത്താതിരിക്കാൻ. അത് ആ കൈയാണ് മനുഷ്യന്റെ എല്ലാ ഉപകാരങ്ങൾക്കും മനുഷ്യൻ ഉപയോഗിക്കുന്നത്. കൈയാണ്, എന്തിനും കൈ വേണം. ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകാൻ കൈ വേണം, അല്ലേ? എന്ത് ജോലി ചെയ്യാനും കൈ വേണം. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാണ്, എന്നാലും കൈ വേണം. എന്തിനും കൈ വേണം. സുബ്ഹാനല്ലാഹ്. അലാ റിജ്ലൈൻ, രണ്ട് കാലാണ്, പക്ഷേ രണ്ട് കൈകൾ അല്ലാഹു തആല നമുക്ക് നൽകി. കാലിന്റെ ഉപയോഗത്തിനല്ല, മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഉപയോഗം. കൈ എന്നത് മനുഷ്യന്റെ ഖുദ്റത്തിന്റെ, സ്ട്രെങ്ത്തിന്റെ സിംബലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിവിധ ഹദീസുകൾ അങ്ങനെയാണ്. യദുല്ലാഹി അലൽ ജമാഅ, ഒരു സമൂഹത്തിന് അല്ലാഹു നൽകുന്ന കരുത്ത് ആ സമൂഹത്തിന്റെ ഒരുമയിലാണ്. ആ ആശയം യദുല്ലാഹ്, കൈ എന്നാണ്, കരുത്ത് എന്നാണ്. മനുഷ്യൻ ഞാറ് വിതയ്ക്കുന്നത്, പറിച്ചെടുക്കുന്നത്, കൊയ്തെടുക്കുന്നത്, റൊട്ടി ഉണ്ടാക്കുന്നത്, വായിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാം കൈകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്വാനം നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? കൈകൊണ്ടാണ്. അലാ റിജ്ലൈൻ, രണ്ട് കാലിൽ നിവർത്തി നിർത്തിയിരിക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ട് കൈകൾ നമുക്ക് ആവശ്യമുള്ളത് തേടിപ്പിടിക്കാനുള്ള വഴിയായി അല്ലാഹു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ومنهم من يمشي على رجلين ومنهم من يمشي على أربع. നാല് കാലുകളിൽ നടക്കുന്നവരുമുണ്ട്, നാല് കാലുകളിൽ സഞ്ചരിക്കുന്നവരുമുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾ ഈ നാല് കാലുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കൈയിന്റെ ഉപകാരമുണ്ടോ? അതിൽ ഇല്ല. അവകൾക്ക് തിന്നണമെങ്കിൽ ഭക്ഷണത്തിലേക്ക് തല കൊണ്ടുപോകണം, ചുണ്ടും നാവും ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ കാരണം, കമാ തഫഅലുൽ ബഹായിമു, അത് ജീവജാലങ്ങൾ, കന്നുകാലികൾ ചെയ്യുന്ന രീതിയാണ്. തല ഇങ്ങനെ വെച്ചിട്ട് തിന്ന, കൈ കൊണ്ട് കഴിക്കണം. വായ ഭക്ഷണത്തിലേക്ക് പൊതിയരുത്, ഭക്ഷണത്തിലേക്ക് അങ്ങ് പൊത്തരുത്. വായ അത് മൃഗങ്ങൾ കഴിക്കുന്ന രീതിയാണ്. മനുഷ്യനെ മൃഗത്തിൽ നിന്ന് എലവേറ്റ് ചെയ്യലാണ് അള്ളാഹുവിന്റെ ധർമ്മം, ദീനിന്റെ ധർമ്മം. അതാ, നീ മൃഗത്തെ പോലെയാവല്ല, നീ മനുഷ്യൻ, ബി എ പെർഫെക്റ്റ് ഹ്യൂമൻ. നാല് കാൽ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം വന്നു, എത്രയോ ജീവജാലങ്ങൾ നാലിലേറെ കാലുകളുണ്ടല്ലോ.
അതൊന്നും എണ്ണം ഇനി പറയാൻ വയ്യ. 2, 4. 2 കൊടുത്തവർക്ക് കൈകളെ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു കൊടുത്തു. പക്ഷികൾക്ക് 2 കാലാണ്, പക്ഷേ പക്ഷികൾക്ക് ചിറക് കൊടുത്തു. അവർക്ക് പറക്കാനുള്ള പക്ഷികൾ ചെയ്യുന്ന പ്രധാന ധർമ്മം അവരുടെ ചിറകുകളെ കൊണ്ടാണ്. അപ്പൊ 2 കാലുള്ളെങ്കിൽ 2 കൈ അല്ലാഹു നന്നായി ഉപകാരത്തിന് കൊടുത്തിരിക്കുക. 4 കാലുള്ളവർ ആ 4 കാലിലാണ് അവരുടെ നൃത്തം, അവരുടെ ഓട്ടം എല്ലാം അതിലാണ്. 4ലും അപ്പുറത്തുള്ളവർ ഉലമാ പറയാ 10 കാലുള്ളതോ 18 കാലുള്ളതോ ആകട്ടെ, അവരുടെ നിലനിൽപ്പിന് ഒരു സ്ഥലത്ത് നിൽക്കാനും ശരീരത്തെ സപ്പോർട്ട് ചെയ്യാനും 4 മതി. പിന്നെ ബാക്കി കാലുകൾ മറ്റു ധർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് എണ്ണം പറഞ്ഞില്ല അല്ലാഹു തആല. എന്താണ് ഒരൊറ്റ, എന്തൊരു മനോഹരമാണ്. യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്തോ അതെല്ലാം അല്ലാഹു സൃഷ്ടിക്കുന്നു. യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്തോ അത് അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. അത്ഭുതമാണെന്നാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറയും, വല്ലാഹി യാ റബ്ബ്, പടച്ചവനെ, ലൗ തശാബഹത് വറഖത സൈതൂനിൻ ലമാ സുമ്മീതൽ വാസിഅ. യാ അല്ലാഹ്, സൈതൂൻ വൃക്ഷത്തിന്റെ 2 ചെടികൾ, സൈതൂൻ വൃക്ഷത്തിന്റെ 2 ഇലകൾ ഒരുപോലെയാണെങ്കിൽ, മായശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നൊക്കെ പടക്കുന്നല്ലേ പറഞ്ഞത്. നമ്മളിലാരും ഒരുപോലെയല്ല, ഒരാളും ഒരുപോലെയല്ല. ചിലരൊക്കെ പറയും ഒരാളെ പോലെ എത്ര ആളുണ്ടെന്ന് പറയാ, 7 ആൾ. അതിന്റെ സനദോമത്തിലൊന്നും എനിക്കറിയില്ല, എവിടെ നിന്ന് കിട്ടിയതാണ്. ഒരാളെ പോലെ ഒരാളുമില്ലെന്നാണ്. ഒരാളെ പോലെ എന്ന് പറഞ്ഞാൽ, ഒരാളെ പോലെ എന്ന് പറഞ്ഞെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ലല്ലോ. നമ്മൾ 2 ആൾ 2 ട്വിൻസ് ഇങ്ങനെ നിന്നു വിചാരിക്കുക, അവരൊന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ആളെ മനസ്സിലാവും. ശബ്ദത്തിന്റെ ട്യൂൺ, അവരുടെ വോയിസ് പിച്ച് മനസ്സിലാക്കിയാൽ ആളെ തിരിഞ്ഞു. മനുഷ്യന്റെ അഭിരുചികൾ ഒരേപോലെ തോന്നിപ്പിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അവരുടെ സംസാരം വ്യത്യസ്തമാണ്, അവരുടെ ആംഗ്യവിക്ഷേപങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ നടത്തം വ്യത്യസ്തമാണ്, അവരുടെ ചോയ്സുകൾ വ്യത്യസ്തമാണ്, അവരുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം യോജിച്ച ഒരാളെ കിട്ടുമോ? ഇംപോസിബിൾ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതമാണ്. ഒരു കലാകാരനോട് എത്ര സാദൃശ്യം, ഒരു മുഖം കൊടുത്തിട്ടും, മുഖം പോട്ടെ, മനുഷ്യന്റെ വിരൽ തുമ്പ് പോലും അതുപോലെ തന്നെ പടക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. എന്താണ് അതിന്റെ അത്ഭുതം? ഫിംഗർ പ്രിന്റ്സ്. കൈരേഖ കണ്ടു. എന്ത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴും ഫിംഗർ പ്രിന്റ് നോക്കും, അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്താ അതിനർത്ഥം? നമ്മൾ ആർക്കുമുള്ള കൈവിരലിന്റെ ഈ പ്രിന്റ്, നമ്മുടെ 5 വിരൽ, നമ്മുടെ ഈ ഒരൊറ്റ വിരലിനെ നോക്കും, ഒരുപോലെയല്ല. പിന്നെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പെട്ടെന്ന് പിടികിട്ടാണ് 5 നമ്മളോട് സ്കാൻ ചെയ്യിപ്പിക്കുന്നത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടിപ്പോ. ഒന്നെന്നെ വെച്ചാൽ അത് റിസൾട്ടിന് സമയമെടുക്കും. കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരാളിന്റെ പ്രിന്റ് എടുത്ത് കൊണ്ടുവരണ്ടേ. സുബ്ഹാനല്ലാഹ്. 1 ഈ ഒരു വിരലിന്റെ അറ്റം നിൽക്കും. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പല്ലേ പറഞ്ഞത്, അല്ലേ? അല്ലാഹുവിനെ നാളെ ഞങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുമോ എന്നാ ചോദ്യം. ബലാ ഖാദിരീൻ, നമുക്കതിന് കഴിയും. അലാ അൻ നുസവ്വിയ ബനാന, നിന്റെ വിരൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നാളെ ഞാൻ നിനക്ക് ജന്മം തരും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. സുബ്ഹാനക യാ റബ്ബ്. ഒരു കലാകാരനോട് നമ്മൾ ആലോചിച്ചു നോക്കി, ഇത്ര വരുന്ന സ്ഥലം എത്ര ഡിഫറന്റ് മോഡൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എത്ര വരകൾ വരക്കാൻ പറ്റും. ഒരു കലാകാരനോട് വരപ്പിക്കും, അവൻ വളരെ ബ്രില്യന്റ് ആണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഒരു 100,000 ഡിസൈനുകൾ ഈ ഒരൊറ്റ സ്ഥലത്ത് 1 കോടി തന്നെ അവൻ വരച്ചു എന്ന് വിചാരിക്കുക. മനുഷ്യന്മാരെത്രയാ ലോകത്ത്? 1 കോടി ഡിസൈൻ ഈ ഒരൊറ്റ സ്ഥലത്ത് വരക്കാൻ പറ്റുമോ? വ്യത്യസ്തമായ 1 കോടി ഇല്ല. ഇതാണ് അല്ലാഹുവിന്റെ സൃഷ്ടി. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് എങ്ങനെ മനുഷ്യന് പറയാൻ കഴിയുന്നു? ഇതാണ് ഖുർആനിന്റെ ചോദ്യം. ഇതാണ് അല്ലാഹു ഖുർആൻ തുടങ്ങിയ അവസാനം വരെ അല്ലാഹുവിന്റെ ചോദ്യം ഇതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ സൃഷ്ടാവില്ലാതെ എങ്ങനെ നടക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു മനുഷ്യ? എങ്ങനെ നിനക്ക് ചിന്തിക്കാൻ കഴിയും? ബലാ ഖാദിരീന അലാ അൻ. അത്ഭുതം അതല്ല, ലോകത്ത് ചെടികളുടെ ഇലകൾ പോലും ഒരുപോലെയല്ലെന്നാണ്. 2 ചെടികൾ നോക്കിയാൽ 2 ചെടികൾ വളരുന്ന 2 ചെടികളുടെ ഇലകൾ ഒരുപോലെയല്ല. സുബ്ഹാനല്ലാഹ്. ഉലമാ ആരിഫീങ്ങൾ പറയാം, അങ്ങനെ 2 ചെടികളുടെ ഇലകൾ ഒരുപോലെയായിരുന്നുവെങ്കിൽ ലമാ സുമ്മീതൽ വാസിഅ,
അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എല്ലായിടത്തും വ്യാപിച്ചവൻ എന്ന നിന്റെ അസ്മാഉൽ ഹുസ്നയിലെ പേര് നിനക്ക് യോജിക്കില്ലായിരുന്നു പടച്ചോനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലല്ലോ, നീ നിന്റെ വിശാലത, നിന്റെ ഖുദ്റത്തിന്റെ വിശാലത എല്ലാറ്റിനും നീ വിതറിയിരിക്കുകയാണ് പടച്ചോനെ. രണ്ടിലകൾ പോലും ഒരുപോലെയല്ല. സുബ്ഹാനല്ലാഹ്, എത്ര ചെടികളുണ്ട് ലോകത്ത്. മാ മിൻ വറഖത്തിൻ തസ്ഖുതു ഇല്ല ബിമഅന അല്ലാഹു തആല ഏതൊരു ചെടിയുടെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ടോ ഇല്ല വയഅലമുഹാ, ആ ചെടിയുടെ ഇല വീഴുന്നത് പോലും അല്ലാഹു അറിയുന്നു. നമ്മുടെ മുറ്റത്ത് എത്ര ഇല വീണുവെന്ന് എന്നും മുറ്റം മരിച്ചു പോകുന്ന ആൾക്ക് പോലും അറിയില്ല. എപ്പോ വീണെന്ന് അറിയില്ല, അല്ലാഹു അറിയുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു. എല്ലാറ്റിനും കണക്കുണ്ട്. വെറുതെ റാൻഡം, ടോട്ടൽ റാൻഡംനെസ് അല്ല, എല്ലാം ഇൻ വെൽ സ്ട്രക്ചർ. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. മനുഷ്യന്റെ വിഷയം തന്നെ അത്ഭുതമാണ്. ഒരാളുടെ അതേ രൂപത്തിൽ മുഖം തോന്നി വിചാരിക്കുക, ശരീരം കൊണ്ട് അയാൾ വ്യത്യാസമാണ്, വെയിറ്റ് കൊണ്ട് വ്യത്യാസമാണ്, ഹൈറ്റ് കൊണ്ട് വ്യത്യാസമാണ്, ഒന്നില്ലെങ്കിൽ ഭാഷ കൊണ്ട് വ്യത്യാസമാണ്, അതുമല്ലെങ്കിൽ ശബ്ദത്തിന്റെ ട്യൂണ് കൊണ്ട് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ചിരിയുടെയോ കരച്ചിലിന്റെയോ ഭാവ പ്രകടനങ്ങളിലോ വ്യത്യാസമുണ്ട്. ഇതില്ലാത്തൊരു മനുഷ്യനില്ലെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഡിസ്റ്റിങ്റ്റീവ്, നമ്മളൊക്കെ വ്യത്യസ്തരാണ്. എങ്ങനെ ഇതിന് കഴിയുന്നു? ഇതാണ് അത്ഭുതം. ഈ സൃഷ്ടിപ്പാണ് അല്ലാഹു പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിം അവർ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഖലഖല്ലാഹു അസ്സ വജല്ല ആദമ അലാ സൂറതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു അലാ സൂറതിഹി. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അലാ സൂറതിഹി. സൂറത്ത് എന്ന് പറഞ്ഞാൽ, സൂറ എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ് വാക്കർത്ഥത്തിൽ. പക്ഷേ അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ ആ വിശേഷണങ്ങളിൽ എന്നാണോ? ആദം നബിയുടെ സൂറത്തിൽ എന്നാണോ? ഹി വല്ലാഹു ഖലഖല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല സൃഷ്ടിച്ചു ആദം അലൈഹിസ്സലാമിനെ അലാ സൂറത്തിഹി, അവന്റെ എന്നർത്ഥത്തിൽ ഹി രൂപത്തിൽ പടച്ചു. ആ ഹി ആരുടെ? അതിന്റെ പിന്നെ രൂപത്തിൽ എന്നാണോ അല്ലാഹുവിന്റെ രൂപത്തിൽ എന്നാണ്? അതിൽ ഉലമാഇന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് അദ്ദമീറു ലില്ലാഹ് അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണം, അല്ലാഹുവിന്റെ രൂപം എന്നല്ല, അല്ലാഹുവിന്റെ വിശേഷണത്തിലാണ് മനുഷ്യനെ പടച്ചതെന്ന്. അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ്? അല്ലാഹു തആലയുടെ സിഫത്താണ് ഇൽമ്, അള്ളാഹുവിന്റെ വിശേഷണമാണ് ജീവ്, അള്ളാഹുവിന്റെ വിശേഷണമാണ് കേൾവിയും കാഴ്ചശക്തിയും മറ്റൊരുപാട് കാരുണ്യം. ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഈ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യരിൽ അള്ളാഹു തആല വെച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പഠിച്ചത്. അത്ഭുതമല്ലേ? മറ്റൊരർത്ഥം പറഞ്ഞത് അള്ളാഹു തആല ഫർദുൻ, ഏകനാണ്. ഇങ്ങനെ മനുഷ്യൻ അല്ലാഹു തആല പടച്ചു ഫർദുൻ ലാ ശബീഹ ലഹ, മനുഷ്യനെ പോലോത്ത, അവനെ പോലോത്ത മറ്റൊരാളില്ലാത്ത രീതിയിൽ അല്ലാഹു പടച്ചു എന്ന് ഈ ഹദീസിന് അർത്ഥമുണ്ടെന്ന് ഉലമാ പറയാം. ഇതാ നമ്മൾ പറഞ്ഞ ആശയത്തിലേക്ക് വരുന്നത്. ഓരോരുത്തരും ഡിസ്റ്റിങ്റ്റീവാണ്, വളരെ പ്രത്യേകമായിട്ടാണ് അല്ലാഹു തആല. ആരോടും യോജിക്കുന്നില്ല. എത്ര കാലുകൾ പടച്ചാലും അല്ലാഹു തആല പറഞ്ഞ ഒരു വിഷയം ഖണ്ഡിതമാണ്. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ, ആദം അലൈഹിസ്സലാമിന്റെ മക്കളെ തീർച്ചയായും നാം ബഹുമാനിച്ചിട്ടുണ്ട്. അത് യുക്തിവാദി അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. മനുഷ്യനാണോ മനുഷ്യൻ എന്ന ഹൈതിയത്തിൽ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അവൻ മൃഗമല്ലല്ലോ. നമ്മളും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു ആടിനെ അറുത്തു നോക്കുക, എന്താ ആടിന്റെ കഴുത്തിലുള്ളത്? നമുക്കുണ്ടത്. ആടിന്റെ ലിവർ നമുക്കുണ്ട്, ആടിന്റെ വയറ് നമുക്കുണ്ട്, നമുക്കും ലങ്സുകളുണ്ട്, നമുക്കും അതിന്റെ കിഡ്നി പോലത്തെ കിഡ്നി ഉണ്ട്, കൈകാലുകളുണ്ട്, ഹൃദയമുണ്ട്. ഒരു മൃഗത്തിനുള്ളതൊക്കെ നമുക്കുണ്ട്. പിന്നെ എന്തേ നമ്മളും മൃഗവും മാറിയതെന്തേ? എവിടെയാ മാറ്റം വന്നത്? നമ്മൾ മൃഗം ഒന്നാണോ? അല്ല, നമ്മളിലൊക്കെ അവർക്കുണ്ട്.
വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ബഹുമാനിച്ചിട്ടുണ്ട്, ആദരവ്. അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് നമുക്ക് വേണം. നമ്മൾ മൃഗമായി പോകരുത്. അതാണ്, നമ്മൾ മൃഗമാവരുത്. കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ നാം വഹിച്ചു കൊണ്ടുപോയല്ലോ. ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും അവർക്ക് യാത്ര കൊടുത്തല്ലോ യഥേഷ്ടം. അടുത്ത കാലം വരെ മുൻ സമൂഹങ്ങളെല്ലാം ചെയ്ത രണ്ട് തരത്തിലുള്ള യാത്രകളുള്ളൂ, ഒന്നുകിൽ കരയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ. നമ്മൾ ഇന്ന് എയറിൽ യാത്ര ചെയ്യുന്നു. സീറു ഫിൽ അർദ്, ഭൂമിയിൽ. അല്ലാഹുവിന്റെ പ്രയോഗത്തിന്റെ അത്ഭുതം നോക്കണം. ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ? ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം ഉൾപ്പെടുന്ന ഭാഗത്തിനാണ് ഭൂമി എന്ന് പറയാ. വായു ഭൂമിയുടെ ഭാഗമാണ്, അല്ലെ? നമ്മൾ അന്തരീക്ഷത്തിലൂടെ ഫ്ലൈറ്റിലൂടെ പറക്കുമ്പോ ഞാൻ ഭൂമി എന്നൊക്കെ സ്ഥലം വിട്ടിട്ട് ഞാൻ സ്പേസിലൂടെ വന്നു എന്നാണോ പറയുന്നത്? അല്ല, നീ അപ്പോഴും ഭൂമിയിലാണ്. ആ അർത്ഥം എവിടെന്നാ വന്നത്? ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുകയും. യാ അല്ലാഹ്, ആ ഫി എന്ന വാക്കിന് ആ പ്രിപ്പോസിഷന് പകരം അലൽ അർളി, ഭൂമിയുടെ മേൽ എന്ന് പറഞ്ഞാൽ കരയിലെ യാത്ര മാത്രമേ ഉൾപ്പെടുവായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കടലിലെ അല്ല. ഫിൽ അർള് നോക്കണം. അല്ലാഹുവിന് അറിയൂലേ എന്തെല്ലാം ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഗോണ ഹാപ്പൻ? അല്ലാഹുവിന് അറിയാം. ഫിൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിച്ചേക്കണം. സയൻസ് എന്താണെന്ന് അറിയാത്തൊരു സമൂഹത്തോട് വായുവിലൂടെ സഞ്ചരിക്കുന്നൊക്കെ പറഞ്ഞ പടച്ചോനെ, ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറയുന്ന ആശയത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞവർ പിന്തിരിഞ്ഞു പോയേനെ. പക്ഷേ ഫീ എന്ന് പറഞ്ഞ അവർക്കെന്തെങ്കിലും ആശയം മനസ്സിലാകും, ഇന്നത്തെ ആൾക്ക് വേറെ ആശയങ്ങൾ മനസ്സിലാകും. ഇതാണ് ഖുർആന്റെ അത്ഭുതം. അന്നും അർത്ഥമുണ്ട്, ഇന്നും അർത്ഥമുണ്ട്. ഫിൽ അർള്. അല്ലാഹു മനുഷ്യന് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ അവസരം തന്നില്ലേ? വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നല്ലതാണ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്, നല്ല ഭക്ഷണം, ക്ലീൻ, ഹൈജീൻ, വൃത്തിയുള്ളത്. വഫദ്ദൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ, നമ്മൾ പടച്ച എത്രയോ സൃഷ്ടികളെക്കാളും മനുഷ്യന് നാം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അത്ഭുതം അതല്ല, മനുഷ്യന് മൃഗമാവാനുള്ള ഒരു ആഗ്രഹം മനുഷ്യന്മാർ പ്രകടിപ്പിക്കുമ്പോഴാണ് അത്ഭുതം. സ്കൂളിലും ഒക്കെയാണ് ഇതിന്റെ അത്ഭുതം. കുട്ടികളെ കുരങ്ങന്മാരെ ഒരു വേഷം കൊടുക്കുക, ഒരു നരിയുടെ വേഷം കൊടുക്കുക. നല്ല ഒന്നാം നമ്പർ മനുഷ്യന്മാർ കണ്ടിട്ടില്ലേ ഈ മൃഗത്തിന്റെ കോല കെട്ടിട്ടങ്ങ് നടക്കുന്നത്, മോളിലൊക്കെ വിൽക്കാനൊക്കെ നടക്കുന്നത്? എന്തേ? ഞാൻ മനുഷ്യൻ എന്നതിനേക്കാൾ ഉഷാറ് ഞാൻ മൃഗമായാൽ കരക്കേടില്ല എന്ന് തോന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഒരു വാലൊക്കെ വെച്ചിട്ട് ശരിക്കും മാസ്കുകളൊക്കെ ധരിച്ചിട്ട് എന്തൊക്കെ വികൃതമായ മാസ്കുകൾ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടാവും, ഉറപ്പല്ലേ? എന്നെക്കാളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ചില ശൈത്താൻ എങ്ങനെയാണ് നമുക്കറിയില്ല, പക്ഷെ ഈ കോൽ ശൈത്താന്റേതാണ് നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്. ആ തരത്തിലുള്ള മുഖവും പല്ലുകളും ഇങ്ങനെ മുഖം മറച്ചു വന്നാൽ പടച്ചോനെ, ഹിമ്മത്തില്ലാത്ത മനുഷ്യന്മാർക്ക് ഭ്രാന്തായി പോകും കണ്ടാൽ തന്നെ. ഇതൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ആരാ കൊണ്ടുപോണത്? മനുഷ്യന്റെ വിലറിയാത്ത ആളുകൾ. ഈ രീതിയിൽ പടച്ച എന്റെ സൃഷ്ടാവ് നടന്ന ഈ ഔദാര്യത്തിന്റെ ശുക്ർ ചെയ്യാൻ അറിയാത്തവർ. മൃഗായ തിരക്കേടില്ല എന്നല്ലേ പറഞ്ഞതിന്റെ മിനിമം മീനിങ്? അതല്ലേ കോലം കിട്ടി നടക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചവരാ മനുഷ്യൻ. അല്ലാഹു ബഹുമാനിച്ചു. ആ ബഹുമാനം കൊണ്ടാണ് നമുക്ക് കൈകൾ, നമുക്ക് ശരീരത്തിൽ പോലും അല്ലാഹു തആല ബെൻഡുകൾ, മിഫ്സലുകൾ, കെണിപ്പുകൾ നൽകിയത്. അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് കാലിനെ ഉള്ളൂ കെണിപ്പുകൾ, ശരീരത്തിന് കെണിപ്പുകളുണ്ടോ? ജിംനാസ്റ്റിക് ചെയ്യാൻ പറ്റും മൃഗങ്ങൾക്ക്, മനുഷ്യനെ പോലെ കഴിയില്ല. ഇംപോസിബിൾ. നമുക്ക് ഇരിക്കണേ, നമുക്ക് ചെയർ വെക്കുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന എത്ര കെണിപ്പുകൾ വർക്ക് ചെയ്യണം അവിടെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇരിക്കാനൊക്കെ മിഫ്സലുകൾക്ക്, കെണിപ്പ്, ജോയിന്റുകൾക്ക് വേദനയുള്ള ആളുകളുടെ ഒക്കെ പ്രയാസം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എന്താ നടക്കാൻ തോന്നുന്നു? ഇരിക്കാൻ കഴിയോ? കിടക്കാൻ കഴിയോ? ഇങ്ങനെ ബെൻഡ് ചെയ്യാനും വളയാനും തിരിയാനുമുള്ള കഴിവ് അല്ലാഹു തന്നിട്ടില്ലെങ്കിൽ, ഒരു ഭക്ഷണം വന്നാൽ അതിലേക്ക് കമിഴ്ന്ന് കിടക്കണ്ടേ നമുക്ക് ഭക്ഷിക്കണമെങ്കിൽ? അല്ലാതെ ഭക്ഷണം മുഖത്തേക്ക് എത്തോ, നമ്മുടെ വായിലേക്ക് എത്തോ? അല്ലാഹു നമുക്ക് ബെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് ഇരിക്കാം, കുനിഞ്ഞിരിക്കാം, വളഞ്ഞിരിക്കാം. ഏതെല്ലാം രീതിയിൽ അല്ലാഹു ചെയ്ത നിഅമത്തല്ലേ നമ്മൾ ചിന്തിച്ചോ? നമ്മൾ അങ്ങനെ നടക്കുന്നു. പടച്ചോനെ, വേദന വരുമ്പോ മാത്രമേ നമ്മൾ ഓടുന്നുള്ളൂ ഡോക്ടറെ അടുത്തേക്ക്. അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലായത്. പടച്ചോനെ,
ഇത് വേദന വരുന്നതിന്റെ മുമ്പേ മനുഷ്യൻ അറിയണമെന്നാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പറഞ്ഞത്, അല്ലാഹുമ്മ അർരിഫ്ന നിഅമത ബിദവാമിഹാ ലാ ബിസവാലിഹാ. അല്ലാഹുവേ, നിന്റെ നിഅമത്തുകൾ അത് നിലനിർത്തി തന്നുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം പടച്ചോനെ. അങ്ങനെയാണ്. നിഅമത്ത് നഷ്ടപ്പെടുമ്പോൾ വില മനസ്സിലാകുന്നുണ്ട്, കണ്ണു പോകുമ്പോൾ വില മനസ്സിലാകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഉള്ളത് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വില മനസ്സിലാക്കി തരല്ല പടച്ചോനെ, അത് നിലനിർത്തി തന്നുകൊണ്ട് തന്നെ ആ ബോധം ഞങ്ങൾക്ക് നൽകണം. ദുആ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർരിഫ്ന നിഅമത ബിദവാമിഹാ. നിഅമത്ത് നിലനിർത്തി തരണം പടച്ചോനെ, കൊണ്ടുപോയിട്ട് അല്ലേ. സമ്പാദ്യത്തിന്റെയും മുതലാളിത്തത്തിന്റെയും നിഅമത്തിന്റെ വില എത്രയാണ്. അല്ലാഹു തആല ഒരു വേള ബിസിനസ്സുകൾ ഡല്ലാക്കിയാൽ, ബിസിനസ് അങ്ങ് പൊളിഞ്ഞാൽ, ഷെയർ മാർക്കറ്റ് പൊളിഞ്ഞു അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് ചീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, മനുഷ്യൻ പാപ്പരായി പോയാൽ മനസ്സിലാകും പടച്ചോനെ ഇന്നലത്തെ എന്റെ ജീവിതം എങ്ങനെയായിരുന്നു. അത് അല്ലാഹു നിഅമത്ത് കൊണ്ടുപോകുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു അങ്ങനെ ചെയ്യല്ല പടച്ചോനെ, നിലനിർത്തി തന്നുകൊണ്ട് നീ മനസ്സിലാക്കി താ. അങ്ങനെ നിനക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങൾ അനുഗ്രഹിക്കുക പടച്ചോനെ എന്ന് ദുആ ഇറക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല തഖ്വ നൽകിയാൽ അവന്റെ ശരീരത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അൽ ആഫിയ. ശരീരത്തിന്റെ ആരോഗ്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യം തരണേ റബ്ബേ. ഈ ശരീരത്തിൽ ആരോഗ്യം ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? ആഫിയത്ത് ഏറ്റവും വലിയ നിഅമത്താണ്, അത് നിലനിൽക്കണം. അല്ലാഹു നിലനിർത്തി നമുക്കത് നിഅമത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. والله خلق كل دابة من ماء فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير. എല്ലാത്തിനും അല്ലാഹുവിന് കഴിവുള്ളവനാണ്. ഉള്ളത് എടുത്തു കൊടുക്കാനും കഴിയും, ഉള്ളതിനെ തിരിച്ചെടുക്കാനും അല്ലാഹുവിന് കഴിയും, മരണം വരെ നിലനിർത്തി തരാനും അല്ലാഹുവിന് കഴിയും, അതാർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കാനും അല്ലാഹുവിന് കഴിയും. എല്ലാറ്റിനും അല്ലാഹുവിന് കഴിയും. എന്താ പറയുന്നത്? ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാത്ത്. 46-ാമത്തെ ആയത്ത്. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാത്ത് വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ലഖദ് അൻസൽനാ, നാം ഇറക്കി തന്നിരിക്കുന്നുവല്ലോ, ആയാതിൻ മുബയ്യിനാത്ത്, ഇറക്കി തരാൻ അല്ലാഹു തആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നുവല്ലോ. ആ പ്രയോഗത്തിൽ ഒരു അത്ഭുതമുണ്ട്. ഇറക്കി തരാ, മേലെന്ന് താഴേക്ക് തരുമ്പോൾ അത് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരുന്നതിന്റെ ഒരു പ്രതീതി അല്ലേ. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. ഉയർന്ന കൈയാണ് താഴെയുള്ള കൈയിനേക്കാളും ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞെടുത്ത ഹദീസ് പറഞ്ഞത്. സ്വതക്ക ചെയ്യാൻ അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. ഉയർന്ന കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ. എന്താ ഉയർന്നത്? ഉയർന്നതാ കൊടുക്കുന്നത്, താഴെയുള്ളത് വാങ്ങുകയാണ്. ലഖദ് അൻസൽനാ, നാമാണ് ഇതൊക്കെ ഇറക്കി തന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വായുവിലും കരയിലും രാജ്യങ്ങളുടെ ക്ലൈമറ്റുകളിൽ അല്ലേ, രാജ്യങ്ങളുടെ മരുഭൂമികളിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ്, എന്തെല്ലാം അത്ഭുതങ്ങളാണ്. നമ്മൾ ഇറക്കി തന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിക്കോ, ഇത് റബ്ബാനിയാണ്, അല്ലാഹുവിന്റേതാണ്. അൻസൽന ആയാതിൻ മുബയ്യിനാത്ത്. ഭയങ്കര അത്ഭുതങ്ങളല്ലേ. നമ്മൾ മരുഭൂമി എന്നൊക്കെ പറയും. നമ്മുടെ മരുഭൂമികൾ, ഡെസേർട്ട് ഡ്രൈവിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അല്ലേ. മരുഭൂമി, ലോകത്തെ എല്ലാ കാലാവസ്ഥകളും ഒരുപോലെയാണെങ്കിൽ ലോകത്ത് മനുഷ്യന് ഈ ഒരു ടെക്നോളജിയൊക്കെ ഉയർന്നു വരുമെന്ന് ആരറിഞ്ഞു? ആളുകൾക്ക് ലോകങ്ങൾ ചുറ്റിക്കാണാനുള്ള അവസരം ഉണ്ടാകുമെന്ന് ആരറിഞ്ഞു? അങ്ങനെ അവസരം ഉണ്ടായപ്പോഴാണ് മനുഷ്യന് ഒരു രാജ്യം മറ്റൊരു രാജ്യം ചെന്ന് കാണാൻ കൊതിയുണ്ടായത്. എന്തേ? ഇവിടെ ഇല്ലാത്തത് അവിടെ എന്തോ ഉണ്ട്. ചൈനയിൽ ഇല്ലാത്തത് ഉസ്ബെക്കിസ്ഥാനിലുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ ഇല്ലാത്തത് അങ്ങ് ബ്രസീലിൽ കിടക്കുന്നുണ്ട്, അവിടെ ഇല്ലാത്തത് ഗ്രീൻലാൻഡിൽ കിടക്കുന്നുണ്ട്, അവിടെ ഇല്ലാത്തത് ഫ്രാൻസിൽ കിടക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും എല്ലാം ഒരുപോലെയാണെങ്കിൽ, എല്ലാം ഒരു യൂണിഫോം ആണെങ്കിൽ
ഭൂമിക്ക് രസമുണ്ടോ? ഇല്ല. അത്ഭുതല്ലേ? ഈ മരുഭൂമിന്റെ ഉള്ളിലാണ് അല്ലാഹു തആല ആയാത്തിൻ മുബയ്യിനാത്ത്, നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഞാൻ കാണിച്ചു തന്നില്ലയോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ യുഎഇയിലാണ് താമസിക്കുന്നത്. ഇവിടെ പെട്രോൾ കണ്ടെത്തുന്നതിന്റെ മുമ്പ്, ഓയിൽ ഡിസ്കവറിക്ക് മുമ്പ് ഇവിടുത്തെ ആളുകൾ ജീവിക്കാൻ അവരുടെ ജീവിതമാർഗം പേൾ ഡൈവിംഗ് ആയിരുന്നു എന്നാണ്. ബഹ്റൈനികളും യുഎഇക്കാരൊക്കെ കടലിൽ മുങ്ങി മുത്തുകൾ എടുത്തുകൊണ്ടാണ് ജീവിച്ചത്. അങ്ങനെയാണ് 1970-കളിൽ ജപ്പാനിൽ ആർട്ടിഫിഷ്യലായിട്ട് മുത്തുണ്ടാക്കാൻ അവർ പഠിച്ച സമയം ഈ പേൾ ഇൻഡസ്ട്രി തകരാണ്. അതങ്ങ് തകർന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു സമൂഹം ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് അല്ലാഹു തആല ഭൂമിന്റെ ഉള്ളിലെ വിഭവങ്ങൾ അങ്ങ് തുറന്നെടുക്കാൻ അവസരം കൊടുത്തത്. അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അല്ലേ? ആരെങ്കിലും അറിഞ്ഞോ? അതിന്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞോ? അത് എങ്ങനെ പുറത്തെടുക്കലെന്ന് അറിഞ്ഞോ? ഇല്ല. അല്ലാഹു ഇപ്പോഴാണ് അറിയിച്ചു കൊടുത്തത്. ഈ പെട്രോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലേ ഈ ഭൂമിയിൽ? ഇല്ലേ? ഉണ്ടല്ലോ. അതല്ലേ അത്ഭുതം? ഇതിപ്പോ 1400 കൊല്ലം മുമ്പ് പ്രത്യക്ഷപ്പെട്ടതല്ല, അതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടതല്ല. ഇറ്റ്സ് ബീൻ ദേർ ഫ്രം മെനി ടൈം, ലോങ് ടൈം അഗോ. പക്ഷേ ഈ കാലഘട്ടമാകുമ്പോൾ അല്ലാഹു ടെക്നോളജി മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തു. അത് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കി കൊടുത്തു. അല്ലെ? കൽക്കരി തീർന്നപ്പോ പടച്ചോനെ ഇനി എങ്ങനെയാ ട്രെയിനൊക്കെ ഓടുക? കൽക്കരി തീർന്നിനി എങ്ങനെയാ ഫാക്ടറി ഒക്കെ വർക്ക് ചെയ്യുക? അപ്പോഴാ പിന്നെ ഡീസലും പെട്രോളും ഗ്യാസും ഒക്കെ കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇലക്ട്രിസിറ്റി കടന്നു വരുന്നത്. ഇതൊക്കെ തീർന്ന അള്ളാഹുവിന്റെ സോളാർ എനർജി അല്ലാഹു തആല ഈ ഇക്വേറ്ററിൽ കിടക്കുന്ന രാജ്യങ്ങൾ മുഴുവനും അങ്ങ് വിതറിക്കൊടുത്തിരിക്കുകയാണ്. എടുത്തോ എന്ന് പറഞ്ഞു സോളാർ പ്ലാന്റുകൾ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് എനർജിയുടെ സോഴ്സുകൾ! ഇതൊക്കെ ഇവിടെ അല്ലേ? അല്ലാഹു ഒന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഈ പെട്രോൾ ഉണ്ടായത് എങ്ങനെയാണ്? നമ്മൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഉദാഹരണം പഠിക്കുക. പെട്രോളും ഡീസലും നമ്മൾ യഥേഷ്ടം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. വാഹനത്തിൽ ഇന്ധനം നിറക്കുന്നു. പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഒക്കെ എവിടുന്ന ഇത് കിട്ടിയതെന്ന ഫോസിൽ ഫ്യൂൽ എന്നാ പറയുന്നത്. ഫോസിൽ ഫ്യൂലുകളാണ്. ജീവജാലങ്ങളുടെ ശരീരങ്ങൾ അളിഞ്ഞുപോയി കോടാനുകോടി വർഷങ്ങൾ മണ്ണിൽ കിടന്നപ്പോ അവകൾ പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറിയതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തം. അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഫോസിൽ ഫ്യൂൽ ജീവജാലങ്ങൾ. എനിക്ക് തോന്നാറുണ്ട് ആ സിദ്ധാന്തം ശരിയാണെങ്കിൽ കോടാനുകോടി കൊല്ലത്തിന്റെ കഥയാണ് പറയണത്. ആർക്കറിയാം? അല്ലാഹു അത് ഇൻസ്റ്റന്റ്ലി അവിടെ ഉണ്ടാക്കിയതായിരിക്കൂലേ? നമുക്കറിയില്ല. അങ്ങനെ ജീവജാലങ്ങളൊക്കെ ഉള്ളിടത്താണ് പെട്രോളും ഡീസലൊക്കെ ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലല്ലേ കാടുകൾ ധാരാളം ഉള്ളത്? ആഫ്രിക്കയിലല്ലേ? അവിടേക്കല്ലേ ഇതിന്റെ സാധ്യത കൂടുതൽ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റൈറ്റ് ഓർ റോങ്? തെറ്റാണെങ്കിൽ തിരിച്ചു തരണം. കാരണം സസ്യങ്ങളും ജീവജാലങ്ങളും അളിഞ്ഞ് മണ്ണിലേക്ക് താഴെ ഇറങ്ങിപ്പോയിട്ട് വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം കിടക്കുമ്പോഴാണ് ഇത് പെട്രോളായി മാറുന്നത്. ഇതാണ് ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞതിന് അർത്ഥം തന്നെ. അങ്ങനെ പെട്രോൾ ഉണ്ടാവുന്ന അക്ഷര പുസ്തകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ പിന്നെ പ്രകൃതി മാറ്റങ്ങളിൽ ഇവിടെ മരുഭൂമിയായി മാറിയതാണ്. ഇവിടെ തണുപ്പുള്ള പ്രദേശങ്ങളായിരുന്നു, പിന്നെ ചൂടായി മാറിയതാണ്. They have their own logical explanations. പക്ഷേ അതൊന്നും കൺവിൻസിംഗ് അല്ല. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന വ്യാഖ്യാനങ്ങളല്ല. അത്ഭുതമല്ലേ? എങ്ങനെയാണ് അല്ലാഹു തആല ഈ സാധനം ഭൂമിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്? ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിധികളെ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരികയല്ലയോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഇത് എങ്ങനെ രൂപപ്പെട്ടു? അതുപോലും മനുഷ്യൻ കൊല്ലങ്ങളോളം ഇരുന്ന് പഠിക്കേണ്ട വിഷയമാണ്. എങ്ങനെ ഒരു ജീവജാലങ്ങളും ജീവിച്ചിരിക്കാനിടയില്ലാത്ത, കാടുകളില്ലാത്ത, മരുഭൂമി കിടക്കുന്ന പ്രദേശങ്ങളിലാണ് യഥേഷ്ടം കിടക്കുന്നത്. യാ അല്ലാഹ്, എങ്ങനെ വന്നു ഇത്? ഇതിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ആ നിഅമത്ത് കൊണ്ട് അല്ലാഹു നൽകുന്ന, മനുഷ്യൻ നൽകുന്ന നിഅമത്തുകൾ എത്രയാണ്? ഇതൊക്കെ മനുഷ്യൻ ആലോചിച്ചോ? അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്ത്. നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഇറക്കി തന്നില്ലയോ? മുബയ്യിനാത്ത്, ഇതെല്ലാം അല്ലാഹുവിനെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നവയാണ്. അല്ലാഹുവിനെ വ്യക്തമാക്കി തരുന്നവയാണ്. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഹ്ദീ, ഹിദായത്തിലേക്ക് എത്തിക്കുന്നത് അല്ലാഹുവാണ്.
ഹിദായത്ത് കാണിച്ചു കൊടുക്കും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. അമ്പിയാഇന് ശേഷം ഉലമാ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെയാണ് വഴി എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഹിദായത്തിലേക്ക് എത്തിക്കുന്നവനാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു. മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ ഒരു നേർവഴിയുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഇതാണ് നേർവഴി. വലാ തത്തബിഉസ് സുബുല, വേറെ പല വഴികളും കാണും, പക്ഷേ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ദീനാണ് നേർവഴി. അങ്ങോട്ടെത്താൻ ആർക്ക് മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം ജനിക്കുന്നുവോ, അധ്വാനിക്കുന്നുവോ, അവരെ അല്ലാഹു കൊണ്ടുചെന്നെത്തിക്കുകയാണ്. എല്ലാരും എത്തിക്കൂല. എത്രയോ ബുദ്ധിജീവികൾ, സയന്റിസ്റ്റുകൾ കാഫറുകളായി ജീവിച്ചു മരിക്കുന്നവരില്ലേ? ആർക്കാണ് ഹിദായത്തിന് വഴി കിട്ടുന്നത് ചിന്തിക്കുന്നവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സദസ്സിൽ നിങ്ങളെത്തി, ഞാനെത്തി, ഇവിടെ കൂടുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ബിൽഡിംഗിൽ മാസങ്ങളോളം ഇവിടെ മീറ്റിംഗ് ആയിട്ടോ അല്ലാതെയോ ഈ ക്ലാസ് നടക്കുന്ന സമയം ഇതിന്റെ പരിസരങ്ങളിൽ, മറ്റു റൂമുകളിൽ ഒക്കെ മറ്റെന്തെങ്കിലും ജോലി തിരക്കുകൾ ആയിപ്പോയതിന്റെ പേരിൽ ഒന്നിരിക്കാനോ കേൾക്കാനോ അവസരമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഇരിക്കുന്ന ആളുകളെക്കാളും തിരക്കേറിയ ജീവിതത്തിൽ ഇരിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ കാണും. എനിക്ക് അതിനേക്കാളൊക്കെ പ്രാധാന്യം ചിലത് ഇവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നു. എനിക്ക് പഠിക്കണമല്ലോ എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സെന്ററിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലാഹു സംഘടിപ്പിച്ചു. അതിന് ഈ ഞാനൊരു കാരണക്കാരനാണ്. ഞാനില്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് അല്ലാഹു ഇത് ചെയ്യും. അത് വന്നത് എപ്പോഴാണ്? നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വന്നപ്പോഴാണ് പഠിക്കണം എന്ന്. നിങ്ങളുടെ കൂടെ എത്രയോ ആളുകൾ റൂമിൽ കിടക്കണില്ലേ? നല്ല സീരിയലും സിനിമയും കണ്ടിരുന്നിട്ട് ഇല്ല, ഈ നേരത്തെ എത്ര ആളുകൾ ചെലവ്. പക്ഷേ എനിക്ക് പഠിക്കണം പഠിച്ചവനെ, എനിക്കറിയണം. ഈ ആഗ്രഹം നിങ്ങൾക്കുണ്ടായപ്പോ അവരൊക്കെ അല്ലാഹു അതിന്റെ സ്ഥലത്തേക്ക് എത്തിക്കും. അതിന്റെ സ്ഥലത്തേക്ക് അല്ലാഹു വഴി തുറന്നു കൊടുക്കുകയാണ്. അതിന്റെ സൗകര്യങ്ങൾ അല്ലാഹു തരികയാണ്. ഈ ആഗ്രഹമില്ലാതെ അത് ഇഖ്തിയാരിയാണ്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന സംഗതി എനിക്കിത് വേണോ വേണ്ടയോ. നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അല്ലാഹു എത്തിക്കൂല. നമുക്ക് വേണമെന്ന് തോന്നുമ്പോ അതിന്റെ വഴി അല്ലാഹു ഇങ്ങനെ എളുപ്പാക്കി തരും. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ആഗ്രഹം തുടങ്ങും, പക്ഷെ വഴി എളുപ്പമായില്ല. ഒരൽപ്പം കാത്തു നിൽക്കുക. ആഗ്രഹത്തിൽ അല്ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒരു ദർസിലോ ഒരു ക്ലാസ്സിലോ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ പഠിച്ചവൻ, എന്റെ ജോലി സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന വന്നാൽ അല്ലാഹു ഇത് കേൾക്കും. അവന് ജോലിയിൽ സമയമാറ്റം അല്ലെങ്കിൽ ഒരു സൗകര്യം അല്ലാഹു തആല ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് പോലും അല്ലാഹു കൂലി കൊടുക്കും. മുസ്തഖീമായ വഴിയിലേക്ക് എത്താനുള്ള വഴി അല്ലാഹുവാണ് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിനുള്ളിൽ നിങ്ങളുടെ ആലോചിച്ചാൽ, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് എത്തി എന്ന് ആലോചിച്ചാൽ, അതാണ് ഹിദായത്തിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾക്കൊക്കെയുള്ള വിശദീകരണം. അതാണ് നമുക്കത് വേണമെന്ന് തോന്നിയോ അപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക. നമുക്ക് മറ്റൊന്ന് വേണമെന്ന് വേണോ, അതിന്റെ വഴി അല്ലാഹു കൊടുക്കും. ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് ഗാനമേള മതി, ഇതൊന്നും ശരിയാവില്ല, എന്നാ പൊയ്ക്കോ. ഗാനമേള എവിടെ ഉണ്ടോ അതിന്റെ നോട്ടീസ് നിന്റെ കയ്യിൽ വരും, അതിന്റെ ഇൻഫർമേഷൻ നിന്റെ കയ്യിൽ വരും, അതിന് ടിക്കറ്റ് വാങ്ങാൻ കഴിവ് അല്ലാഹു തരും. അങ്ങോട്ട് പോകാനുള്ള കാറും വണ്ടിയും സൗകര്യങ്ങളും കുറച്ച് ഫ്രണ്ട്സും നിന്റെ കൂടെ തരും. പൊയ്ക്കോ, നിനക്ക് അതല്ലേ വേണ്ടത്, അങ്ങോട്ട് പോയിക്കോ. അതല്ല നിനക്ക് ദീന് വേണോ, നീ അങ്ങോട്ട് ദിക്ർ വേണോ, സ്വലാത്ത് വേണോ, പിന്നെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വേണോ, അങ്ങോട്ട് നീ പോയിക്കോ. രണ്ടും അല്ലാഹു തആല തരുന്നതാണ്. യാ അല്ലാഹ്. അല്ലാഹു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു വിഭാഗത്തെ നന്മയിലേക്ക് ഫോഴ്സ് ചെയ്തുവെന്നും മറ്റൊരു വിഭാഗത്തെ തിന്മയിലേക്ക് അല്ലാഹു ഫോഴ്സ് ചെയ്തുവെന്നും വന്നാൽ പിന്നെ എന്തിനാണ് നരകവും സ്വർഗവും അല്ലാഹു തആല പ്രതിഫലമായി ശിക്ഷയായി കൊടുക്കുന്നത്? എന്തിനാണ്? അല്ലാഹു വെറും പണി ചെയ്യുന്ന ആളല്ല. അപ്പോ നമ്മളുടേതായ ഒരു പണി നടക്കുന്നുണ്ട്, അതിനാണ് അല്ലാഹു തആല സ്വർഗം തന്നത്. നമ്മളായിട്ട് ചില പണി ചെയ്യുന്നുണ്ട്, അതിനാണ് അല്ലാഹു തആല ശിക്ഷ തരുന്നത്. എന്നെ അല്ലാഹു ആക്കിയതല്ല, ഞാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ വഴി അല്ലാഹു എളുപ്പമാക്കി തന്നതാണ്. അത് നന്മയുടെ വഴിയാണെങ്കിൽ അങ്ങനെ, തിന്മയുടേതാണെങ്കിൽ അങ്ങനെ. അല്ലാഹു നമ്മെ ഹിദായത്തിൽ അടിയുറപ്പിച്ച് തരുമാറാകട്ടെ. ഇനി പറയുന്നത് ഈമാനിലേക്കാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 2 മിനിറ്റോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കും. ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാനല്ലേ ഇതൊക്കെ പറഞ്ഞത്? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാനാ പറഞ്ഞു. റബ്ബ് ആരാണ് ഇതൊക്കെ പറഞ്ഞു. ഇനി മുഅ്മിനും കാഫിറും അല്ലാത്ത ഒരു വിഭാഗം മനുഷ്യരിൽ ഉണ്ടെന്നാണ് നമ്മൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുനാഫിക്കീങ്ങൾ, ഹിപ്രോക്രൈറ്റ്സ്
എന്താ ഹിപ്പോക്രൈസി എന്ന് പറഞ്ഞാൽ? മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കും, പക്ഷെ ഉള്ളിൽ അവന് സംഗതി തലയിൽ കയറിയിട്ടില്ല. അവന് ഉള്ളുകൊണ്ട് കാഫിറാണ്, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് തിന്മയെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്താ ആയത്ത് നോക്കൂ. യാ അല്ലാഹ്, അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നേരെ പോകുന്ന വിഷയമാറ്റം നോക്കൂ. എന്താണ്? വയഖൂലൂന, അവര് പറയുന്നുണ്ട് ചില ആളുകൾ. അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് അള്ളാഹു, ഈ റബ്ബിന്റെ വചനമാണ് ഖുർആൻ. അള്ളാഹുവാണ് നിന്നോട് പറയുന്നത്, എന്റെ റസൂൽ എന്റെ ദൂതനാണ്, ഓൺ ബിഹാഫ് ഓഫ് മീ, എനിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞുതരാണ്. എന്നാലും ചില ആളുകൾ പറയും, വയഖൂലൂൻ, അവര് പറയുന്നുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്, അന്നുമുണ്ട്, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളിൽ മുഅ്മിനീങ്ങളെന്ന് കരുതപ്പെടുന്നവരിൽ തന്നെ ഒരു വിഭാഗം ഇങ്ങനെ ഉണ്ടാകും. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താ അവര് പറയാ? ആമന്നാ ബില്ലാഹി വബിർറസൂൽ, അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾക്ക് ഈമാനുണ്ട്. വഅതഅനാ, അല്ലാഹുവും റസൂലും പറഞ്ഞത് ഞങ്ങൾ കേൾക്കുക അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നവര് പറയുന്നു. പറച്ചിലെങ്ങനെയാണ്? മുസ്ലിം മുസ്ലിം ഞാൻ മുസ്ലിമാണ്, അള്ളാഹു റസൂലൊക്കെ ഈമാനുണ്ട്, ഈമാനുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചുടലിലാകരം കൊണ്ടുപോയി കിടത്തുക. അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, പള്ളിക്കട്ട് തന്നെ ആയിക്കോട്ടെ, ഞാൻ മുസ്ലിമാണ്. അള്ളാഹു റസൂലും പറഞ്ഞു, നമുക്കത് 100% അപ്പുറത്തേക്ക് ഒന്നുമില്ല, ശരിയാണ്. ഞങ്ങൾക്ക് അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടെന്ന് പറയുകയും ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തവരിൽ ഒരു വിഭാഗം ഫരീഖും മിൻഹും, ഫരീഖ് എന്നാണ് ഒരു പക്ഷം, ഒരു ന്യൂനപക്ഷം, കുറച്ചാൾക്കാർ. ബഹുഭൂരിപക്ഷം ഓക്കെ ആ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞവരിലെ ഒരു വിഭാഗം ആളുകൾ പുറംതിരിഞ്ഞു പോകും. പുറംതിരിഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചു നടക്കും. ഇങ്ങനെയൊക്കെ നാവുകൊണ്ട് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ നിയമം വരുമ്പോൾ അനുസരിക്കാൻ മടി വരുന്നവർ. അള്ളാഹുവിന് ഇഷ്ടമല്ല, ശരിയാണ്, പക്ഷേ എന്നെ കൊണ്ട് പാവില്ല എന്ന് നാവുകൊണ്ട് പറയൂല, കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നവർ. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, ഈ വിഭാഗം മുഅ്മിനീങ്ങളല്ലേ അല്ല. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ മുഅ്മിനീങ്ങളെ പറയണത്? നമുക്കിത് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു വിഭാഗത്തിന് അവിടെ സാക്ഷി ഉണ്ടാവുന്ന. നാട്ടില് കല്യാണം നടക്കാൻ കള്ളുകുപ്പിയൊക്കെ പൊട്ടിക്കണം, പറ്റൂല എല്ലാരും. 1-2 മൂത്ത മകൻ, അവന്റെ അനുജൻ, അവന്റെ 2 സുഹൃത്തുക്കൾ, ഇത്രയുണ്ടാവും. ഒരു 20 ആളുണ്ടെങ്കിൽ ഒരു 4 ആൾക്ക് ഒരു അഭിപ്രായം, അത് ചെയ്തേ പറ്റൂ. നാട്ടിലൊക്കെ റൂസുകളൊക്കെ നടക്കാറുണ്ട്, മഹാന്മാരുടെ അനുസ്മരണങ്ങളൊക്കെ. അവിടെ പറ്റാത്തത് ചെയ്യരുത് എന്നൊരു കമ്മിറ്റിക്കാർ തീരുമാനിച്ചു വിചാരിക്കാം. കുറച്ച് ആൾക്കാർ എന്താ ചെയ്തുകൂടെ, എന്തെങ്കിലും ഒരു തോന്നിവാസം നടക്കുന്നുണ്ട്, പറ്റില്ല എന്ന് ഖണ്ഡിതമായ തീരുമാനം. എല്ലാവരും സർവമത കക്ഷി, സർവമതയല്ല, നമ്മൾ ഒരു മതാണ്, ഒരു മത സർവ സംഘ യോഗം ചേർന്നു, നമുക്ക് നിർത്തല്ലേ. എന്നാലും ചില ആൾക്കാർ നമ്മളെ കച്ചവടം പൊടിപൊടിക്കുന്ന നേരാണ്, നമുക്ക് ചെയ്തേ പറ്റൂ. ഒരു വിഭാഗം മുനാഫിക്കുകൾ ഒരു സമൂഹത്തിന്റെ കൂടെ ഞങ്ങളും ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർ മുഅ്മിനുകളല്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിലൊക്കെ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. കള്ളുകുടിയും ചീട്ടുകളിൽ മാത്രമല്ല, ഏതെല്ലാം വിഷയങ്ങൾ. പലിശ ഇടപാടുകൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനിപ്പോ എന്താ കുഴപ്പം? ഒരാളങ്ങനെ ചോദിക്കാം, എന്താ അവന് ചോദിച്ചൂടെ, എന്താ കുഴപ്പം? മ്യൂസിക് പാടില്ല, നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തു പോകുമോ. അല്ലാഹു തആല മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞ ചൊല്ലാൻ കഴിയില്ല. എന്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട്, അതിലേക്ക് നന്മ കയറിയിട്ടില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല എന്നല്ല, നമുക്കത് വേണോ, അള്ളാഹുവിനെ വേണോ നീ പറഞ്ഞത് കേട്ടോ, ഇല്ലേ എനിക്ക് ഇഷ്ടമാണ്, യു ക്യാൻ ഹാവ് ഇറ്റ്, ഇറ്റ്സ് അപ് ടു യു, യു സഫർ ദ കോൺസിക്വൻസസ്. അള്ളാഹുവിന് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ആരാ പിന്നെ അതിന് മസാല പറയും? ആരാണ് ഇത് ഹലാൽ എന്ന് പറയുന്നത്?
ഏതെങ്കിലും ജാതിയിലോ ഏത് സംഘടന കൊണ്ടുവരൂ, മ്യൂസിക് ഹലാലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ മേളകളിൽ പോയിരിക്കുന്ന ആൾക്കാരാരാണ്? നമ്മുടെ നാട്ടിലെ ഫിലിം സ്റ്റാറുകൾ, സെലിബ്രിറ്റികൾ വരുമ്പോ നമ്മുടെ ക്ലബ്ബുകളിൽ, മറ്റിടങ്ങളിൽ ഗാനമേ ആരാ പോകുന്നത്? നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം പെണ്ണുങ്ങൾ. ഇതാണ് വേദന. മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് മലബാർ ഏരിയ പ്രദേശം ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടായ പ്രദേശമാണ്. സ്വഹാബത്ത് കടന്നുപോയ പ്രദേശമാണ് നമ്മുടെ നാട്. അവിടത്തുള്ള ചെറുപ്പക്കാർ സ്വലാത്തിന് മുമ്പിലാണ്, റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാമിന് മുമ്പിലാണ്. പക്ഷെ ഗാനമേളക്ക് ഒന്നാമത്തെ സഫ് തന്നെയാണ്. ഇത് പാടില്ലെന്നറിഞ്ഞാൽ പിന്നെ എങ്ങനെയാ പോവാ? ഫരീഖും മിൻഹും, കുറച്ചാളുകൾ അപ്പോഴും തിന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കും. അവരെ നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് അല്ലാഹുവിന്റെ ആജ്ഞ. പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ഞങ്ങൾ അല്ലാഹുവിനനുസരിച്ചു എന്ന് പറയാം. അല്ലാഹു തആല വിഷയമായി അത് ബാക്കിയൊക്കെ നമ്മൾ അനുസരിച്ചു. അടുത്തതോ ഇതും കൂടെ, ബാക്കിയൊക്കെ. ഇങ്ങനെ ജീവിതത്തിൽ അല്ലാഹു തആലയെ ഇടപെടുത്താതെ, ദീനിനെ ഇടപെടുത്താതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്ന ആളുകൾ അവർ അല്ലാഹുവിനനുസരിച്ചുവോ? ഇല്ല. ഇത് ന്യൂനപക്ഷമായിരിക്കുന്നതാണ്. കാരണം അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ജുംഹൂറിന്റെയും ബഹുഭൂരിപക്ഷത്തിന്റെയും ഹൃദയത്തിൽ ഹിദായത്തിന്റെ പ്രകാശം കൊടുത്തിട്ടുണ്ടെന്നാണ്. അവർക്ക് തിരിയും ഇത് തെറ്റാണ്. മിനിമം അവരതിൽ പോയില്ലെങ്കിലും അറിയാം ഇത് തെറ്റാണ്. ഈ ബോധം ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ഈമാൻ എടുത്തു കളയപ്പെട്ടവർ ചിന്തിക്കും അതിലെന്താണ് കുഴപ്പം? നടന്നൂടെ? മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ثم يتولى فريق منهم من بعد ذلك. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹു റസൂലിനെ വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചു. ആരാണോ പറഞ്ഞത്? അല്ലാഹുവിന്റെ ദീനാണോ പറഞ്ഞത്? ഞാൻ അംഗീകരിച്ചു എന്ന് പറയുന്നവരിൽ ചില വിഭാഗം ഇങ്ങനെ പോകുന്നവരുണ്ട്. അള്ളാഹുവിന്റെ നിയമം പഠിപ്പിക്കാൻ വരികയാണ്. അള്ളാഹുവിന്റെ ചില ഖണ്ഡിതമായ ചില തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങളാണ് വരും ആയത്തുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ആയത്തുകൾക്കുള്ള ചുവടുവെപ്പാണ് അള്ളാഹു ചെയ്യുന്നത്. ഇതാണ് കേട്ടോ യാഥാർത്ഥ്യം. പക്ഷേ ഇത് വേണ്ടെന്ന് പറയുന്നവർ വരും, ഇതിനെതിരെ നിൽക്കുന്നവർ വരും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പരിപാടി വേണ്ട നമ്മൾ തീരുമാനിച്ചാൽ അത് വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന ന്യൂനപക്ഷം. ഇതാണ് ഫരീഖും മിൻഹും. കുറച്ചാൾക്കാർ ഞങ്ങൾക്ക് നടത്തിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയണം, അവർക്ക് തിരുത്തി കൊടുക്കണം, അവർ തിരുത്താൻ തയ്യാറാവണം. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ലേ? അല്ല. എത്ര ഗൗരവമാണ് അള്ളാഹുവിന്റെ പ്രയോഗം. അപ്പോ മുസ്ലിമാണോ? ഇസ്ലാമിലേക്ക് മുഴുവൻ കടക്കണം. തലട്ട് കടന്നാൽ പോരാ, ശരീരം മുഴുവനും കടക്ക്. അള്ളാഹുവിനെ നിന്നെ സബ്മിറ്റ് ചെയ്യാൻ, അതാണ് ഇസ്ലാം. എന്റെ ഇഷ്ടമല്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നു കൊടുക്കുന്നു. അതിനാണ് മുസ്ലിം എന്ന് പറയാ. ഐ സബ്മിറ്റ് മൈസെൽഫ് ടു ദ വിൽ ഓഫ് അല്ലാഹ്. അള്ളാന്റെ ഇഷ്ടം എന്താ അതിന് ഞാൻ എന്നെ സമർപ്പിക്കാൻ. നിസ്കരിക്കണം, അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞ നേരം എനിക്കിവിടെ ചോയ്സ് ഇല്ല. അള്ളാഹ് പറഞ്ഞു ഞാൻ നിർവഹിച്ചേ പറ്റൂ. അതാണ് നിസ്കാരം. റമളാൻ നോമ്പ് വേണോ വേണ്ടേ നിനക്കെടുക്കാം. റമളാനിൽ നോമ്പ് നോച്ചേ പറ്റൂ. നീ ടൂർ പോണോ പോണ്ടോ അപ് ടു യു. പക്ഷേ കഅബാലയത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്തേ പറ്റൂ. ബാക്കിയൊക്കെ പിന്നെ നിനക്കും നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇത് നീ എനിക്ക് സമർപ്പിച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം. അല്ലാഹുവിനെ സമർപ്പിക്കാൻ, ഇതാണ് വാക്കർത്ഥം. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പോലും ഒരു തെറ്റിനെ തെറ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നത് ഗുരുതരമാണ്. തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ ഒരു തെറ്റ് തെറ്റല്ല എന്ന് വ്യാഖ്യാനിക്കുകയോ തെറ്റിനെ തെറ്റല്ല എന്ന് കരുതുകയോ ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. മുഅ്മിനീങ്ങളെ, റിദ്ദത്ത് വരുമെന്നാണ്, മുർത്തദ്ദായി പോകുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ കള്ളുകുടിച്ചിങ്ങനെ വരികയാണ്, നന്നായിട്ടുണ്ട്, കള്ളുകുടി ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തിന്മയെ ഇഷ്ടപ്പെടലോ അപ്രീഷിയേറ്റ് ചെയ്യലോ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന റിദ്ദത്തിന്റെ കാരണമാണെന്ന് ഉലമാ രേഖപ്പെടുത്തി. എത്ര ഗൗരവമാണ്. ഒരാളെ തെറ്റ് ചെയ്തു, ഓ നന്നായിട്ടുണ്ട്, ശബാഷ്, വെൽ ഡൺ, യു ഡിഡ് ഇറ്റ്. ആരോട്? കള്ളുകുടിച്ചവനോട്, തോന്നിവാസം വ്യഭിചരിച്ചവനോട്. അങ്ങനെ വാതുവെപ്പുകളാണ്. അവളെ ഞാൻ വളക്കും, ഇവളെ ഞാൻ കൊണ്ടുപോകും, ഇവളെ ഞാൻ വ്യഭിചരിക്കും. അത് ചെയ്തവന് ശബാഷ്, കയ്യടി. അങ്ങനെ ചെയ്താൽ അള്ളാഹു ഹറാമാക്കിയ ഒരു പണി നിനക്ക് ഇഷ്ടമായി. എന്തതിനർത്ഥം? എന്റെ റബ്ബിനെ വെറുപ്പാൻ എനിക്കത് ഇഷ്ടമാണ്. അതിനർത്ഥം എന്റെ റബ്ബിന്റെ നിയമം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇസ്ലാമിന്റെ ബൗണ്ടറി പുറത്താണ്. ചെയ്ത അമലുകൾ ഖളാ കൂട്ടേണ്ടി വരും. ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തിന്മയാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, ശരീരത്തിന്റെ ഇഷ്ടത്തിന് അടിമപ്പെട്ട് തെറ്റ് ചെയ്യും.
അതിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു പുറത്തു തരണം പടച്ചവനെ, പറ്റിപ്പോയി അല്ലാഹ് എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുക. പക്ഷേ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയല്ല, അങ്ങനെ വാദിക്കല്ല. അള്ളാഹു നിർബന്ധമാക്കിയത് നിർബന്ധമല്ല എന്ന് പറയുകയോ അള്ളാഹു ഹറാമാക്കിയത് ഹറാം അല്ല എന്ന് പറയുകയോ ചെയ്താൽ ഇസ്ലാം എന്നത് പുറത്തു പോകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ആയത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ിന്റെ കിതാബിൽ നിങ്ങൾക്ക് അറബി അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് മനസ്സിലാക്കാം. 40-ാമത്തെ പേജിലാണ് നമ്മൾ അദ്കാറുസ് സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം 40-ാമത്തെ പേജിലാണ്. 40-ാമത്തെ പേജിലാണ് അത് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാർക്ക് ചെയ്താൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ ദിക്റ പറഞ്ഞത് കുറച്ച് പേജുകൾ ഉണ്ട്. ഏകദേശം ഒരു 8-10 പേജുകളുണ്ട്. 40 മുതൽ 52 വരെ അദ്കാറുസ് സബാഹി വൽ മസാ ആണ് 40-ാമത്തെ പേജ്. പിന്നെ അതിൽ ദുആഉൽ കർബ്, ദുആഉൽ ഹമ്മ് വൽ ഹസൻ 63, 64 പേജുകൾ. നിങ്ങൾ ഇൻഡെക്സിലേക്ക് മാറിയാൽ മതി. ഈ ബാക്കിലെ ഭാഗം ഉണ്ടല്ലോ, ബാക്കിലെ ഇൻഡെക്സ് അവസാനത്തെ ആ പേജ് നോക്കിയാൽ നിങ്ങൾ ഓരോന്നും മറിച്ചെടുക്കണ്ട. അതില് നമ്മള് ഇൻഡെക്സ് പേജിലെ 2-ാമത്തെ പേജിലാണ് ഞാനുള്ളത്. 40-ാമത്തെ പേജ് നമ്പർ കഴിഞ്ഞു. താഴോട്ട് വന്നാൽ ദുആഉൽ ഹമ്മി വൽ ഹസൻ, സങ്കടവും പ്രയാസമൊക്കെ വരുമ്പോ ചൊല്ലേണ്ട ദുആയാണ് 63-ാമത്തെ പേജിൽ. പിന്നെ 64 പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ ദുആഉൽ കർബ്, വളരെ ശ്രദ്ധതയുള്ള ഒരു ദുആയാണ് ദുആഉൽ കർബ്. അത് 63, 64 പേജുകളാണ് കിടക്കുന്നത്. പിന്നെ ഒരുപാടുണ്ട്. ഖദാഉദ്ദൈൻ, കടം വീടാനുള്ള ദുആയാണ് 68. പ്രവാസികളാകുമ്പോൾ കടം വീടാനുള്ള ദുആ പഠിച്ചിരിക്കണ്ടേ? എമിറേറ്റ്സ് സൈഡ് എടുക്കണം എന്ന് പറഞ്ഞ പോലെയാണ് കടം വീടാനുള്ള ദുആയും പഠിക്കണം. കാരണം അതില്ലാത്തവരില്ല, അതാണ് അവസ്ഥ. താടി നീട്ടി വളർത്തൽ വളരെ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. താടി വടിക്കലിനെ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും കർശനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശാഫിഈ മദ്ഹബിലെ ഒരു അഭിപ്രായമാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞത് വയുക്റഹു കറാഹത്താണ്. പക്ഷേ പ്രബലമായ അഭിപ്രായം താടി വടിച്ച് നീക്കൽ ഹറാമാണെന്നാണ്, തഹരീമാണെന്നാണ്, ഹറാമിന്റെ കുറ്റമാണെന്നാണ് ശാഫിഈ മദ്ഹബിൽ. നമ്മുടെ തുഹ്ഫയുടെ മുസന്നിഫ് സുബ്ഹാന ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവര് ശൈഖാനിയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അത് കറാഹത്താണെന്നാണ്. ആ ഒരു ഇതിനാണ് നമ്മൾ ശാഫിഈ മദ്ഹബിലൊക്കെ അങ്ങനെ കണക്കാക്കപ്പെടുന്നത്. പക്ഷെ ഏറ്റവും ഉത്തമം താടി വെക്കണം. അത് നീട്ടിവെച്ചാൽ ഏറ്റവും കൂടുതലുള്ള കാര്യമാണ്. താടി വടിക്കരുത്. വടിക്കുന്നത് കറാഹത്താണെന്നാണ് നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായം. പക്ഷേ മറ്റു മദ്ഹബുകളിലൊക്കെ അത് ഹറാമെന്നാണ്. ഗൗരവമുള്ള വിഷയമാണ്. സക്കാത്തിന്റെ രൂപം, അതുപോലെ ശമ്പളത്തിന് സക്കാത്തുണ്ടോ? നമ്മുടെ സമ്പാദ്യത്തിൽ 10.5 പവന് തുല്യമായ പൈസ നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളിലോ നമ്മുടെ വീട്ടിലോ സൂക്ഷിച്ചു വെച്ചു അല്ലെ? കാശിന് ഓരോ ശമ്പളത്തിനും സക്കാത്തില്ല. പക്ഷെ നമ്മൾ ഒരു സംഖ്യ സൂക്ഷിച്ചു വെച്ചു. സക്കാത്ത് കൊടുക്കേണ്ട സംഖ്യ ഒരു 10.5 പവൻ സ്വർണത്തിന് ഇപ്പൊ ഏകദേശം എത്ര പൈസ വരുന്നു? ഒരു 20 ലക്ഷം. അത്രയല്ല, എത്ര പവൻ അത്രയും വരില്ല. എത്ര വരുന്നു? 10.5 പവന് 2.5 ലക്ഷം മതില്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ 2.5 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ആയിക്കഴിഞ്ഞു. അതായത് 85 ഗ്രാം സ്വർണത്തിന് സമാനമായ സംഖ്യ, 10.5 പവന് തത്തുല്യമായ സംഖ്യ നമ്മുടെ അക്കൗണ്ടിലായി. അത് നമ്മൾ ഉപയോഗിക്കാതെ, അതിൽ നിന്ന് കുറയാതെ ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചു വെച്ചു. നമ്മൾ വേറെ എന്തെങ്കിലും എടുത്തു? ഇല്ല. അത് 2.5 ലക്ഷത്തിന് 3 4 2.5 എന്നാണോ ആയത് അതാണ് 2.5 ലക്ഷം എന്ന് കണക്ക് പറയല്ല. 10.5 പവൻ സ്വർണത്തിന്റെ മൂല്യം അതാണെങ്കിൽ അവിടെ മുതൽ എത്ര കൂടി വരുന്നുവോ അങ്ങനെ ഒരു വർഷം പൂർത്തിയായാൽ ആ മൊത്തം സംഖ്യയുടെ 2.5 തുടങ്ങിയത് ഒരു കൊല്ലം പൂർത്തിയായത് 10 ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ 2.5% അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതാണ്. പിന്നെ നിര്യാണിക്ക് താഴെ ഡ്രസ്സ് ധരിക്കുന്നതിന്റെ വിഷയം, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം വസ്ത്രം നരകത്തിലാണെന്ന് പറഞ്ഞതിനർത്ഥം അത് ധരിക്കുന്ന ആൾക്ക് പോലും നരകശിക്ഷയുണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിര്യാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രം താഴ്ത്തിയിടരുത്. അത് ഇൻ എനി കേസ്. ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് സ്ഥിരമായി ജോലിക്ക് വരുന്ന ആൾക്ക് ഖസ്റും ജമ്മും ഖസ്റും ആക്കാവുന്നതാണ്. നിസ്കാരം ഓതുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ടോ? ഇല്ല. ഖുർആൻ ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലേണ്ടതില്ല.
ആദ്യം ലഭിക്കുന്ന മഴയിൽ അഴുക്കുണ്ടെങ്കിൽ അത് ശരീരത്തിൽ തട്ടിക്കൽ സുന്നത്തുണ്ടോ? ആദ്യം നമ്മൾ മഴയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അല്ലേ, അത് എന്നാലും സുന്നത്താണ്. പക്ഷെ അഴുക്ക് എന്തെങ്കിലും കഴുകി കളഞ്ഞോളൂ, പക്ഷെ ആ റഹ്മത്ത് ദേഹത്തേക്ക് ആയിക്കോട്ടെ പറ്റുമെങ്കിൽ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നത് കാണാറില്ല. ചൊല്ലുന്നത് കാണാറുണ്ട് ചില സ്ഥലങ്ങളിൽ. നാട്ടിലൊക്കെ മഗ്രിബിന്റെ ശേഷം അങ്ങനെ ചില പള്ളികളൊന്നും കാണുന്നില്ല അല്ലെ. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ പഠിക്കുന്ന കാലത്തെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, നിങ്ങളത് ഉസ്താമാരോടൊക്കെ ചോദിച്ചിരുന്നു എന്താ അത് അങ്ങനെ വരാൻ കാരണം. സുന്നത്താണ് കേട്ടോ സുബ്ഹാനല്ലാഹ് 33